ലേൺ IQ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 10th +2 ക്ലാസ്സുകളാണ്. പിന്നെ നമ്മൾ PSC, SSC തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇട്ടിരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആണ്. ആദ്യം തന്നെ നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ചു പഠിക്കുന്നതിന് പകരം മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ സാധിക്കും. നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ ടോപ്പിക്കാണ് കേട്ടോ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ബേസിക് കൺസെപ്റ്റ്സിൽ 5 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ആറ്റം? നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മെയിനായിട്ട് മനസ്സിലേക്ക് വരുന്ന എന്താണ്? ആറ്റംസ് അല്ലേ? ആറ്റംസ്, പീരിയോഡിക് ടേബിൾസ്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, ഇങ്ങനെയുള്ള വാക്കുകളല്ലേ നമ്മൾ കൂടുതലും കേൾക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇതിലേക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എന്താണ് ആറ്റം? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റം എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് അത് ആ ഒരു വീടിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് മാറ്ററിൻ്റെ കേസും. മാറ്ററിനെ നമുക്കൊരു ബിൽഡിംഗ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ വീടായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആ വീട് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ വർക്കേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ആറ്റത്തിനെ വിളിക്കാം. അപ്പോൾ ആറ്റംസ് എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. ഇപ്പോൾ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ 3 തരം ആൾക്കാരുണ്ട്. ആദ്യമുള്ളത് പ്രോട്ടോൺ, പിന്നെ ഉള്ളത് ന്യൂട്രോൺ, പിന്നെ ഉള്ളത് ഇലക്ട്രോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ആർക്കായിരിക്കും? പോസിറ്റീവ് ചാർജ് ഉള്ളത് പിക്കായിരിക്കും. പി ആരാ? പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോൺ ഏത് ചാർജ് ഉള്ളത്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആർക്കാ? ഇലക്ട്രോണിനാണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കിട്ടി. ഇനി പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്ത ചാർജ് ഉള്ള ഒരാളുണ്ട് അവിടെ. അതാരാ? അതാണ് ന്യൂട്രോൺ. അപ്പോൾ ആറ്റത്തിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താണ് എലമെൻറ്റ്സ് നോക്കാം. എലമെൻറ്റ്സ് എന്താ? എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പ്യുവർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം. അപ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? പല ടൈപ്പ് ആറ്റങ്ങളുണ്ട്. അതിൽ ഒരേ ടൈപ്പ് ആറ്റം മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സാധനം വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതിനെ നമ്മൾ പ്യുവർ എന്ന് വിളിക്കും അല്ലേ? ശുദ്ധം അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെ ഒരേ ടൈപ്പ് ആറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. അപ്പം നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എന്താണെന്നറിയാമല്ലോ. ഈ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ഈ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇനി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ആറ്റത്തിനും അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെയാണ് ബേസ്ഡ് ഓൺ അവരുടെ ഔട്ടർ ഷെൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് എലമെൻറ്റ്സിനെ കുറിച്ചുള്ള. അപ്പോൾ എലമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി എന്താണ് മോളിക്യൂൾസ്? മോളിക്യൂൾസ് എന്താ? ഈ ആറ്റംസ് എല്ലാം കെമിക്കലി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? മോളിക്യൂൾസ് ആയിട്ട് മാറും. ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ആറ്റംസ് ആണ്. പക്ഷേ ആറ്റംസ് സെയിം ആണ്. ആറ്റംസ് എങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? എലമെൻറ്റ്സ്. അപ്പം സെയിം ആകാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആറ്റംസ് ഉപയോഗിച്ചാവാമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. ഇനി നമുക്ക് എന്താണ് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട് നമ്മൾ മെയിനായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതലോ എലമെൻറ്റ്സ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോമ്പൗണ്ട്സ് എന്നാ. അതിനൊരു എക്സാമ്പിൾ ഇല്ലേ? എക്സാമ്പിൾ എന്താ? വാട്ടർ. മെയിൻ എക്സാമ്പിൾ അല്ലേ അത്? വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കെമിക്കൽ ഫോമിൽ നമുക്കറിയാലോ, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ H2O ആണ്. അതായത് എന്താ? 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജൻ ഒരു എലമെൻറ്റാ, ഓക്സിജൻ വേറൊരു എലമെൻറ്റാ. അപ്പോൾ ഇങ്ങനെ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തപ്പോൾ എന്തായി? പുതിയൊരു സബ്സ്റ്റൻസ് ആയി. അതെന്തായിരുന്നു? വാട്ടറാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഇനി എന്താണ് കെമിക്കൽ റിയാക്ഷൻ? അതാണ് നമ്മുടെ
അടുത്ത പോയിന്റ്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ബോൺസ് ഉണ്ടാവുമല്ലോ ആറ്റംസ് തമ്മിൽ, അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പുതിയ ഒരു സബ്സ്റ്റൻസ്, അതായത് ഇപ്പോൾ ഉള്ള സബ്സ്റ്റൻസ് എന്തായി മാറും, വേറൊരു സബ്സ്റ്റൻസ് ആയി മാറും. എങ്ങനെ? കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നതിന് എന്തെന്നാ പറയുക? അതൊരു റിയാക്ഷൻ അല്ലേ? ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 5 പോയിന്റ് ഇവിടെ പഠിച്ചിരിക്കണേ. എന്തൊക്കെയാ? ആറ്റം എന്താ, എലമെന്റ് എന്താ, മോളിക്യൂൾസ് എന്താ, കോമ്പൗണ്ട്സ് എന്താ, കെമിക്കൽ റിയാക്ഷൻസ് എന്താ. അപ്പോൾ ആറ്റംസ് എന്താന്നാ പറഞ്ഞത്? നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്താലോ. ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ ആണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പോസിറ്റീവ് ചാർജ് ഉള്ള ആർക്കായിരുന്നു? പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺസിനാണ്. നെഗറ്റീവ് ചാർജ് ഇപ്പോൾ ആർക്കാ? ഇലക്ട്രോൺസിന്. അവന്മാരുടെ കൂടെ ഒരു ചാർജും ഇല്ലാത്ത ഒരാളുണ്ട്. അതാരാ? അതാണ് ന്യൂട്രോൺ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ സബ്സ്റ്റൻസസ് ആണല്ലേ. പ്യുവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ടൈപ്പ് ആറ്റം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് പ്യുവർ സബ്സ്റ്റൻസസ്. അതാണ് എലമെൻറ്റ്സ്. പിന്നെ എന്താണ് മോളിക്യൂൾസ്? ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് എന്ത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെയിം ആറ്റംസ് ആകാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സും ആകാം അല്ലേ. ആറ്റംസ് സെയിം എലമെൻറ്റ്സ് വെച്ച് ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് വെച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇനി കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതലോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ്. ബേസിക് എക്സാമ്പിളാണ് വാട്ടർ, H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. പിന്നെ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പഠിച്ചു. ആറ്റംസ് തമ്മിലുണ്ടാവുന്ന കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് ആയി മാറുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ. കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ. ആ 5 പോയിന്റും പഠിച്ചില്ലേ നമ്മൾ? അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഈ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ എക്സാംസിന് വരുമ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ? ഇല്ല. ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് 5 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഇനിയും ഒരു 5 പോയിൻറ്റ്സും കൂടെ ആകുമ്പോഴത്തേക്കും ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് മനസ്സിലാക്കിയാൽ തന്നെ ചാപ്റ്റർ നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. നമുക്ക് നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക.